ഒരു വൈകുന്നേരം ആയപ്പോൾ പെട്ടെന്നൊരു തോന്നൽ, ഇന്ന് കണ്ണോത്ത് പള്ളിപ്പെരുന്നാൾ പോയി കളയാമെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് പെരുന്നാൾ കൂടാൻ പോകുന്നത്. വേളങ്കോട് പോകേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ കൂട്ടി വേളങ്കോട് നിന്ന് തിരിച്ചു വരുന്ന വഴി പെരുന്നാൾ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഭാഗ്യത്തിന് ഭയങ്കര ബ്ലോക്ക് ആകുന്നതിന് മുമ്പ് പ്രദക്ഷിണം ഇറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പ്രദക്ഷിണം അങ്ങനെ നേരെ പോയി, ഞങ്ങളങ്ങനെ വളഞ്ഞ് കോടഞ്ചേരിക്കും പോയി. പ്രദക്ഷിണം അവരുടെ ഒരു കുരിശടിയുണ്ട്, അവിടം വരെയാണ് പോവുക. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. പ്രദക്ഷിണം വന്ന് തിരിച്ചെത്തുമ്പോഴത്തേനും വേളങ്കോട് നിന്ന് തിരിച്ചു വരണം. പിന്നെ ചെണ്ടമേളം, വാദ്യമേളം, അതിൻ്റെ ഇടയിലൊക്കെ നല്ല ഈ ഗ്യാപ്പിൽ ഇവർ പോകുന്നുണ്ട് കേട്ടോ. ചെണ്ടമേളക്കാരും വാദ്യമേളക്കാരും ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേനും എത്തണത്. തിരിച്ചു വന്നപ്പോൾ എത്തി. ചേട്ടായി അമ്മച്ചീനെയും അമ്മേനെയും വീട്ടിൽ കൊണ്ടുവിടാൻ പോയി. ചിറ്റിക്കുട്ടനും ഹന്നായ്ക്കും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ. ചിറ്റിക്കുട്ടനും പ്രത്യേകിച്ചും. ഹന്ന പിന്നെയും നമ്മുടെ പള്ളിയിൽ പെരുന്നാളെ കണ്ടില്ല. ചിറ്റിക്കുട്ടൻ തീരെ ചെറുതല്ല, അവൻ ഒന്നുകൂടെ 2 വയസ്സായതുകൊണ്ട് അവൻ ഒന്നുകൂടെ എല്ലാ കാഴ്ചകളും ലൈറ്റുകളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയുന്നവരെ കണ്ടാൽ പോലും മുഖം പോലും കാണുകയില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. എല്ലാ വെറൈറ്റി ഫുഡ്സും പക്കവടയും അങ്ങനത്തെ സ്നാക്സും കടികളും ഇറാനി ചായയും ബണ്ണൊക്കെ കിട്ടുമായിരുന്നു. അങ്ങോട്ടൊന്നും പോയി കഴിക്കാനുള്ളൊരു സാഹചര്യമല്ലായിരുന്നു. കാരണം കുട്ടികൾ 2 പേരെ നോക്കണം. പിന്നെ ഞങ്ങളുടെ കൂടെ 2 പിള്ളേരുണ്ട്. മുതിർന്നതായിട്ട് ചേട്ടനും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് എത്തുന്നേ ഉള്ളായിരുന്നു. പിന്നെ കുറച്ച് പടക്കം പൊട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗ്രൗണ്ട് പാർക്കിംഗ് കുറവാണ് നമുക്ക് സ്ഥലം. പിന്നെ ഉള്ള ബൈ റോഡുകളിലെല്ലാം പാർക്ക് ചെയ്തു. നമ്മൾ 2 പറക്കുന്ന വിമാനമല്ല ആനേനെയും മുയലിനെയും വാങ്ങി. പിന്നെ കുറച്ച് ഐസ്ക്രീം മേടിച്ച് ഞങ്ങളാണെങ്കിൽ തിന്ന്. പിള്ളേരെ ഞങ്ങൾക്ക് കിട്ടിയില്ല. 2 ഐസ്ക്രീം മാനേജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. ഈ ഇടയിൽ നടക്കണ്ടേ, കുട്ടികളെ പിടിക്കണം, പിന്നെ പറക്കുന്ന ബലൂണിനെ കൈ കെട്ടിയിടണം. ബലൂൺ പോയാൽ പിന്നെ അതിലും വലിയ കരച്ചിൽ. അങ്ങനെ പള്ളി പെരുന്നാൾ കൂടി